അള്ളാഹു അനുവാദം നൽകാത്ത ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. ഇത് അടിത്തറയാണ്, അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ, ആ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൽപ്പന വന്നിട്ടില്ല, നമ്മൾ കൽപ്പിക്കാത്ത കാര്യമാണ്. നോക്കണം നിങ്ങൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ, നമ്മളത് കൽപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാർഗത്തിൽ നിലകൊണ്ടിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടിട്ടില്ലാത്ത ഒരു വഴിയിൽ ഒരാൾ ഒരു പുതിയ മാർഗം ഉണ്ടാക്കിയാൽ, ഒരു പുതിയ പ്രവർത്തനം ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അത് നിങ്ങൾ നല്ലതാണോ എന്ന് പരിശോധിക്കണം, ചീത്തതാണോ എന്ന് പരിശോധിക്കണം, നാട്ടിലുള്ളവർ ചെയ്യുന്നതാണോ എന്ന് പരിശോധിക്കണം, ജനങ്ങൾ കാലാകാലമായി പിന്തുടരുന്നതാണോ എന്ന് പരിശോധിക്കണം, ബഹുഭൂരിപക്ഷം ചെയ്യുന്നതാണോ എന്ന് നോക്കണം. ഒന്നും പറഞ്ഞില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ കൽപ്പിക്കാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമുണ്ട്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒരു കാര്യം ഉണ്ടാക്കിയെടുത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ അതെല്ലാം നിഷിദ്ധമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയതല്ലാതെ. ഇത് നമ്മുടെ മനസ്സിൽ ശരിക്കും ഉറക്കണം. ചില ആളുകൾ ഓരോ സന്ദർഭത്തിൽ ഓരോ ഇബാദത്ത് ഉണ്ടാക്കും. മയ്യത്ത് കിടക്കുകയാണ്, മരിച്ച വീട്ടിൽ, അപ്പോൾ ഒരു ചങ്ങായി അങ്ങ് കയറി വരും, നിങ്ങൾ എല്ലാവരും ഇരിക്കല്ലേ, എന്നായിക്കോട്ടെ സൂറത്തുൽ ബഖറ എല്ലാവരും ഒന്ന് ഓതി തീർത്താലി. അപ്പൊ ഒരു തുക വല്ല തെളിവുണ്ടോ? ബഖറല്ലേ, ഖുർആനല്ലേ, ഓദിക്കോ, അതിലിപ്പോ എന്താ ഒരു കുഴപ്പമുള്ളത് എന്ന് ചോദിക്കും. ഇല്ല, ദീനിന്റെ കാര്യത്തിൽ ഒരു ഇബാദത്ത് ഒരു പ്രത്യേക രൂപത്തിൽ നിശ്ചയിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകണം. പല ആളുകളും ബിദ്അത്ത്, നബിദിനം ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ, റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും, അല്ല ചങ്ങാതി, നബിദിനം പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? അല്ലെങ്കിൽ നബിദിനം പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെ റസൂലുള്ള അത് പാടില്ല എന്ന് പറയാം? അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉള്ളതല്ല. എങ്ങനെ നബിദിനം പാടില്ല എന്ന് ഖുർആനിൽ പറയാം? അത് ആ കാലത്ത് ഉണ്ടായില്ലല്ലേ. പുകവലി പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട വല്ല മയക്കുമരുന്ന് അതിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഒരാൾ പറയാം ഈ മയക്കുമരുന്ന് പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് അക്കാലത്തില്ലല്ലോ. എന്താണ് അതിനുള്ള അടിസ്ഥാനം? നബിദിനം അത് ഇബാദത്താണ് എന്നതിനുള്ള തെളിവ് ആഘോഷിക്കുന്നവരാണ് കൊണ്ടുവരേണ്ടത്. അത് പാടില്ല എന്നുള്ളതിനല്ല തെളിവ് വേണ്ടത്. അത് പാടില്ല എന്ന് പറഞ്ഞാൽ മതി. ദീനിലെ ഒരു ഇബാദത്തും പാടില്ല എന്നതാണ് അടിത്തറ. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചില ആളുകൾ അപ്പോൾ തിരിച്ചു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലേ, നബി ജനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ, റസൂൽ ജനിച്ച ദിവസം നമ്മൾ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, നമ്മൾ അവിടുത്തെ പേര് സ്വലാത്തല്ലേ ചൊല്ലുന്നത്, അള്ളാഹിനോട് ദുആ ചെയ്യല്ലേ ചെയ്യുന്നത്, ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ അതിൽ പലതും ഖൈറായ കാര്യമാണ്. പക്ഷേ ഇത് ഈ ദിവസം ഇന്ന രൂപത്തിൽ പ്രത്യേകമായ ഒരു ഇബാദത്തായി നിശ്ചയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള ഈ അടിത്തറ നാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്ക് വളരെ വേഗം ദീന് പഠിക്കാൻ എളുപ്പമുള്ള അടിത്തറയാണ്. ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അത് സ്ഥിരപ്പെടാത്തിടത്തോളം കാലം. ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ കാണുന്നു, അത് അങ്ങനെ കാണുന്നു, ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു, അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇവർ ചെയ്യുന്നത് കണ്ടതും കേട്ടതും ഒന്നും തെളിവല്ല. ദീനിൽ ഒരു കാര്യം ഇബാദത്തായി സ്ഥിരപ്പെടണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി കാണിച്ചു നൽകണം. പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന് നേരെ വിപരീതമായി മറ്റൊരു അടിസ്ഥാനം കൂടിയുണ്ട്. അതുകൂടി പഠിക്കുന്നത് എളുപ്പമാണ്. അവർ പറഞ്ഞു, അൽ അസ്ലു ഫിൽ മുആമലാത്ത്, മുആമലത്തുകളുടെ കാര്യത്തിൽ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ, അതുപോലെ വൽ ആദാത്ത്, പൊതു ശീലങ്ങളുടെ കാര്യത്തിൽ, ദുനിയവിയായ കാര്യങ്ങൾ, അതിലുള്ള അടിസ്ഥാനം അൽ ഇബാഹ, ദുനിയാവിലെ എല്ലാ കാര്യവും അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനം. ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളൊഴികെ. എന്താ ഇപ്പൊ പറഞ്ഞത്? ദുനിയാവിലെ എല്ലാ കാര്യത്തിന്റെ അടിസ്ഥാനം എന്താ? അതൊക്കെ അനുവദനീയാണ്. ഏതൊഴികെ? അള്ളാഹു ഹറാമാക്കിയ കാര്യം ഒഴികെ. ഉദാഹരണത്തിന് നോക്കൂ നിങ്ങൾ, സഹാബികൾ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പലരും മദ്യം കുടിച്ചിരുന്ന സഹാബികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മദ്യപിച്ചിരുന്ന സഹാബികളുണ്ട്. എന്തുകൊണ്ട് അവർ മദ്യപിച്ചത്? മദ്യം എന്നത് ദുന്യവിയായ ഒരു കാര്യമാണ്, ഭൗതികമായ ഒരു കാര്യമാണ്. അത് നിഷിദ്ധമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കാത്തിടത്തോളം അതെന്താണ്? അനുവദനീയമാണ്. അത് ദുനിയാവിലെ കാര്യമാണ്. ഈ ഡ്രസ്സ് ഇടാനും എല്ലാം അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിനുള്ള ഉത്തരം? ദുനിയാവാണ്. ദുനിയാവിലെ എന്തൊരു കാര്യവും നിനക്ക് അനുവദനീയമാണ്. ഏതൊഴികെ? ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമൊഴികെ. ഉദാഹരണത്തിന് സ്വർണം ദുനിയാവിലെ കാര്യമല്ലേ? ആണ്, ദുനിയാവിലെ കാര്യമാണ്. എല്ലാവർക്കും സ്വർണം ധരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആർക്ക് ധരിക്കാൻ പാടില്ല? പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണവും പട്ടും തന്റെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നഹുമാ മുഹറമതാനി അലാ ദുകൂരി ഉമ്മത്തി,
എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഇത് നിഷിദ്ധമാണ്. ദുനിയാവിലെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാക്കി. ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ തവണയും കാണാൻ മെസ്സേജ് വരുന്നത്, ഇതാ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇന്ന മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനം അത് പാടില്ല, അത് ഹറാമാണ്. ചായപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നത് പാടില്ല, അത് ഹറാമാണ്. എന്താ തെളിവ്? പറയും ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം ഹറാമാനുള്ള തെളിവ്? അല്ല. ഹറാമിനുള്ള തെളിവ്, ഒരു കാര്യം ഹറാമാകണമെങ്കിൽ അത് അള്ളാഹു അവൻ്റെ റസൂലോ പഠിപ്പിച്ചിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തിടത്തോളം കാലം ദുനിയാവിലെ എന്തൊരു കാര്യവും നമുക്ക് അനുവദിക്കും. എല്ലാ ഭക്ഷണവും ഹലാലാണ്. ചോറ് വയ്ക്കുന്നതിന് പ്രത്യേക തെളിവ് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോറ് തിന്നിട്ടില്ല, അപ്പൊ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കണോ? വേണ്ട. കാരണം ഇത് ദുനിയാവാണ്. ചപ്പാത്തി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന രൂപത്തിൽ കേൾക്കുന്ന, ഞാനിത് വിശദമായി തന്നെ പറയുന്നത് ഇതൊരു മനസ്സിൽ ഉറക്കേണ്ട അടിത്തറയാണ്. ദുനിയാവിൽ എന്തൊരു കാര്യവും അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയതാണ്, ഏതൊഴികെ അവൻ ഹറാമാക്കിയതൊഴികെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ച് നൽകിയത്. ഭൂമിയിലുള്ളതെല്ലാം അനുവദനീയാണ്, ഏതൊഴികെ? അല്ലാഹു ഹറാമാക്കിയതൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഇതാ മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ്. അറബി പറയുന്നവർക്കറിയാം, ഇന്നമ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നതിന് മാത്രം എന്ന അർത്ഥം ഉണ്ടാവും. അള്ളാഹു ഇത് മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. അള്ളാഹ് ഹറാമാക്കിയ ദുനിയാവിൽ അവൻ നിഷിദ്ധമാക്കിയ കാര്യം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുവദനീയാണ്. ഇത് നമ്മുടെ ദീനിന്റെ എളുപ്പത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ടതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൈറത്തില്ല, ഒരു പരിഭ്രാന്തിയില്ല. ദീനിലെ ഇബാദത്ത് ഏത് മാത്രം ചെയ്താൽ മതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ചെയ്താൽ മതി. ദുനിയാവിൽ അവൻ എല്ലാ കാര്യം അനുവദനീയാണ്. അള്ളാഹു എണ്ണി പറഞ്ഞു ഇതിന് തിന്നാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് ഇന്നത് നിഷിദ്ധമാണ്. മൈത്തത്ത് നിഷിദ്ധമാണ്, ശവം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പന്നിമാംസം കഴിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തൊരു പേര് അർത്ഥത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ എണ്ണി പറഞ്ഞ 5-6 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമ എണ്ണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുവദനീയമാണ്. ഇവർ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പരിഭ്രാന്തരായി നടക്കേണ്ടത്, ഇത് ഹറാമാവോ അത് ഹറാമാവോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ അല്ലെ, ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച നിയമങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. വണ്ടിയായിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് പറയാ, ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, അത് ശരി. ഇതൊന്നും പാടില്ല നമ്മൾ അപ്ലൈക്ക് അറിയുന്നുണ്ടാവുക. ഇസ്ലാമിൽ അള്ളാഹു നിഷിദ്ധമാക്കിയത് വളരെ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ദുനിയാവിൽ അനുവദനീയമാണ്. അള്ളാഹുവിൻ്റെ ദീൻ യുസ്റാൻ, ദീൻ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊക്കെയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിലെല്ലാം അനുവദനീയമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒഴികെ. ഇബാദത്തിന്റെ കാര്യത്തിൽ എല്ലാം നിഷിദ്ധമാണ്, ഏതൊഴികെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയ ഇബാദത്തുകൾ ഒഴികെ.